നമസ്കാരം. ഒടുവിൽ കുറ്റസമ്മതം നടത്തി കളക്ടർ അരുൺ കെ വിജയൻ. യാത്രയയപ്പ് ചടങ്ങിന് ശേഷം തന്റെ ചേംബറിലെത്തി തനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് നവീൻ ബാബു ഏറ്റുപറഞ്ഞു എന്നാണ് കളക്ടർ അന്വേഷണ സംഘത്തിനും ഗീത IAS നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലും മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആ മൊഴി ഒഴിവാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ കളക്ടർ നിരത്തിയിരിക്കുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള കോടതി വിധിയിലും കളക്ടറുടെ മൊഴി പരാമർശിച്ചിരുന്നു. PP ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള വിധിന്യായത്തിന്റെ 34-ാം പേജിലാണ് കളക്ടറുടെ മൊഴി പരാമർശിക്കുന്നത്. ഈ മൊഴി കളക്ടർ പിന്നീട് ശരിവെച്ചതുമാണ്. എന്നാൽ തെറ്റുപറ്റിയെന്ന് പറയുന്നത് കൈക്കൂലിയോ മറ്റെന്തെങ്കിലും അഴിമതിയോ നടത്തിയതായുള്ള സമ്മതമാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കോടതി കളക്ടറുടെ മൊഴി തള്ളിക്കളയുകയായിരുന്നു. കളക്ടർ പോലീസിന് ഇങ്ങനെ മൊഴി നൽകിയ കാര്യം കോടതിയിൽ വാദത്തിനിടെ ദിവ്യയുടെ അഭിഭാഷകൻ K വിശ്വനാണ് ഉന്നയിച്ചത്. കോടതി വിധിയിൽ തന്റെ മൊഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയാണ് എന്നും എന്നാൽ തന്റെ മൊഴി പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല എന്നും കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല. ഇപ്പോൾ കേസിൽ അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ പറയുന്നതിന് തനിക്ക് പരിമിതികളുണ്ട്. ഇതിനു മുൻപും താൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നുമാണ് നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി കളക്ടർ പറഞ്ഞത്. 14-ാം തീയതി രാവിലെ മറ്റൊരു ചടങ്ങിൽ കണ്ടപ്പോൾ ADMനെതിരെ PP ദിവ്യ കൈക്കൂലി ആരോപണം ഉന്നയിക്കുകയും അക്കാര്യം യാത്രയയപ്പ് യോഗത്തിൽ പരാമർശിക്കുമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ വ്യക്തമായ തെളിവില്ലാതെ കാര്യങ്ങൾ പറയരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് കളക്ടർ പോലീസിന് മൊഴി നൽകി. കോടതി വിധിയിൽ കളക്ടറുടെ മൊഴിയായി പറഞ്ഞിരിക്കുന്ന ഇക്കാര്യവും കളക്ടർ നിഷേധിച്ചില്ല. കോടതി വിധിയിൽ തന്റെ മൊഴിയായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് കളക്ടർ ആവർത്തിച്ചു. എന്നാൽ ഇപ്പോൾ മുൻപ് പറഞ്ഞതിനെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ കളക്ടർ നൽകിയിരിക്കുന്ന പുതിയ മൊഴി. അതായത് നവീൻ ബാബു തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞു എന്ന കാര്യം മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ കളക്ടർ ആവർത്തിക്കുന്നില്ല. മറിച്ച് ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ PP ദിവ്യയെ ക്ഷണിച്ചിട്ടില്ല എന്നും ദിവ്യ മനഃപൂർവ്വം നവീൻ ബാബുവിനെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ അങ്ങോട്ടേക്ക് വന്നതാണ് എന്നും കളക്ടർ പറഞ്ഞു. പരിപാടി ചിത്രീകരിക്കാൻ ലോക്കൽ ചാനലുകാരനെ കൂടെ കൂട്ടിയതും ഇത്തരത്തിൽ ഗൂഢാലോചനയുടെ ഫലമാണ് എന്നും ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. പരിപാടിയുടെ സംഘാടകൻ താനല്ല എന്നും അതുകൊണ്ട് തന്നെ ദിവ്യയെ ക്ഷണിക്കേണ്ട കാര്യം തനിക്കില്ല എന്നും അരുൺ കെ വിജയൻ പറഞ്ഞു. യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത് സ്റ്റാഫ് കൗൺസിലാണ്. പരിപാടി സംഘടിപ്പിച്ച രേഖകൾ പരിശോധിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയെ തടഞ്ഞാൽ അത് പ്രോട്ടോകോൾ ലംഘനമാകും. അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ പറയാനാവില്ല എന്നും താൻ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം നിൽക്കുകയാണ് എന്നും കളക്ടർ പറഞ്ഞു. അതേസമയം കണ്ണൂർ കളക്ടർക്കെതിരെ ADMന്റെ ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. കളക്ടർ ADM ബന്ധം സൗഹൃദപരമായിരുന്നില്ല എന്നും അവധി നൽകുന്നതിൽ കടുത്ത നിയന്ത്രണമുണ്ടായിരുന്നുവെന്നും സ്ഥലം മാറ്റ ഉത്തരവ് ലഭിച്ചിട്ടും വിടുതൽ നൽകാൻ വൈകിച്ചു എന്നുമെല്ലാം നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിക്കുന്നു. ഈ വിവരങ്ങൾ നവീൻ കുടുംബാംഗങ്ങളുമായി പങ്കുവച്ചിരുന്നു. സംസ്കാര ചടങ്ങിൽ കണ്ണൂർ കളക്ടറെ പങ്കെടുപ്പിക്കാതിരുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് എന്നും കുടുംബം മൊഴി നൽകി. നവീന്റെ ഭാര്യ, 2 മക്കൾ, സഹോദരൻ എന്നിവരുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. എന്നാൽ നവീൻ ബാബുവിനെതിരായ TV പ്രശാന്തിന്റെ പരാതി വ്യാജമാണ് എന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞതാണ്. പെട്രോൾ പമ്പിന്റെ പാട്ടക്കരാറിലും മുഖ്യമന്ത്രിക്ക് നൽകി എന്ന് പറയുന്ന പരാതിയിലുമുള്ള ഒപ്പിലും പേരിലും ഉള്ള വ്യത്യാസമാണ് സംശയത്തിന് കാരണമായത്. സംരംഭകൻ പരാതി സമർപ്പിച്ചിട്ടില്ല എന്നും നവീന്റെ ആത്മഹത്യക്ക് ശേഷമാണ് പരാതി തീയതി മാറ്റി നിർമ്മിച്ചത് എന്നുമുള്ള ആക്ഷേപം നിലനിൽക്കുന്നതിനിടെയാണ് ഒപ്പിലെയും പേരിലെയും വൈരുദ്ധ്യവും ചർച്ചയായത്.